യോ ഗായ്സ്, അപ്പം 3 ദിവസം മുന്നേ ലാസ്റ്റ് വീഡിയോ ഇട്ടിരുന്ന കുറേ പ്ലാനൊക്കെ വെച്ച് കല്യാണത്തിൻ്റെ വ്ളോഗ് എടുക്കണം, കസിൻ്റെ കൂടെ പോകുന്ന വ്ളോഗ് എടുക്കണം ഒക്കെ വിചാരിച്ചു. ഒന്നും എടുത്തിട്ടില്ല. 3 ദിവസമായി. സൺഡേ കല്യാണം, കല്യാണത്തിൻ്റെ പരിപാടി, മൺഡേ കല്യാണം. ഞാൻ വിചാരിച്ചത് മൺഡേ കല്യാണം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്, അപ്പം ഷട്ടിലൊക്കെ കളിക്കാൻ പോകുന്ന എടുക്കാമെന്നായിരുന്നു. അപ്പം അന്ന് വൈകുന്നേരം ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന പരിപാടി ഉണ്ട്. ബസ്സിൽ കയറി അതിനങ്ങ് പോയി. പിന്നെ ഇന്നലെ പ്രൊജക്റ്റിന് പോയി. പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് കസിൻ്റെ കൂടെ പുറത്തു പോയി, ഹെയർ എന്തോ സ്മൂത്തൻ ചെയ്യാൻ എന്തോ പരിപാടിക്ക്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നാണ് ഒരു ഒഴിവ് കിട്ടി. ഇന്ന് പ്രൊജക്റ്റ് ഇന്നിപ്പോൾ ടൈം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8:30 ആകുമ്പോൾ നമുക്ക് മുക്കത്തെത്തണം അതിനാൻ്റെ വീട്ടിൽ നിന്ന്. ഇന്നെന്താ ദിവസം അറിയാലോ, 31st ആണ്, നൈറ്റ് ന്യൂ ഇയർ ആണ്. അപ്പം ന്യൂ ഇയർ പരിപാടികളാണ് ഇന്നത്തെ ഫുൾ വിശേഷങ്ങൾ. അപ്പം 8:30 ആകുമ്പോൾ അവിടെ എത്തണം. 8:30 അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിനാലും ഞാനും കൂടി കോവിലെത്തും. അവിടെ നിന്ന് ഡയറക്റ്റ് പിന്നെ മാനാഞ്ചിറ പോവും. മാനാഞ്ചിറയിൽ നിന്ന് ബീച്ച്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം അതിന് മുന്നേ ഞാൻ വിചാരിച്ച് വീടിന് അവിടെ വയനാട്ട് വീട് മാനന്തവാടി വീടത്തെ ഫുള്ള് വീഡിയോ ഒരു സിനിമാറ്റിക് പോലെ എടുത്ത് വെച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു അന്ന് വ്ളോഗ് എടുത്ത്. പക്ഷേ വ്ളോഗ് എടുക്കാത്തതുകൊണ്ട് പറ്റില്ല. അപ്പം ഈ വ്ളോഗിൽ ഞാനത് ആഡ് ചെയ്യാം. ആദ്യം നിങ്ങളത് കണ്ടിട്ട് വരാം. അപ്പം ഞങ്ങൾ മുക്കത്ത് പോവാണ്. നിങ്ങൾ വീഡിയോ കണ്ടുവരുമ്പോൾ ഞങ്ങൾ മുക്കത്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണത്? ഈറ്റിയ, കോവൂരല്ല, മറ്റേ ഇത് എവിടെ, മാനാഞ്ചിറ അല്ലേ? മാനാഞ്ചിറ ബീച്ച്. അതിനാണ് ഇതിൻ്റെ കൂട്ടണം. ഇപ്പോൾ ഇവിടെ എത്തി. നമ്മൾ NIT എത്തി. ഇവനെ വീട്ടിൽ നിന്ന് കൂട്ടി NIT എത്തി. നിറച്ച് തിരക്കാണ്. റോഡിൽ ഇതുവരെ ഇല്ലാത്ത തിരക്കും കാര്യങ്ങളും. തിരിച്ചെത്തും യാതൊരു വിധ ഐഡിയ ഇല്ല. നമ്മൾ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നടക്കലല്ലേ. ആദ്യം നമ്മൾ ഈറ്റയെ പോകണം. ഈറ്റയിൽ എത്തിയിട്ട് ഒരു ചായ കുടിക്കുമ്പോഴത്തേക്ക് അലി വരേക്കൂലേ. ഓ വരുന്നവരെ നമ്മൾ എത്ര ചാടിക്കാൻ പറ്റും അത്രയും ചാടിക്കും. രാത്രി എന്തായാലും പാതിരാത്രി കാണല്ലോ. ഫോൺ വരുന്നവരെ നമുക്ക്. പിന്നെ മറ്റേ വീഡിയോ ഞാൻ പറഞ്ഞ സിനിമാറ്റിക് കണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക. കണ്ടില്ലല്ലോ, കണ്ടോ ബിഗ് ഫ്രണ്ട്സ്? അപ്പോൾ അത് കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇതും പറയണം. പിന്നെ വേറെ ഒരു വിശേഷം എന്താ വെച്ചാൽ, ഒരു കോമഡിയാണ്. നമ്മൾ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ KSRTCയിലാണ് വന്നത്. അവിടെ പെരും ബ്ലോക്ക്. ക്രിസ്മസ് വെക്കേഷൻ അല്ലേ. ഈ ക്രിസ്മസ് വെക്കേഷന് ബ്ലോക്കായപ്പം നമ്മളെന്ത് ചെയ്ത് കുറച്ച് ഉച്ചക്ക് ഇറങ്ങി. രാവിലെ ഉള്ളത് ഇപ്പോഴും ബ്ലോക്കാണെന്ന്, ഉച്ച വരെ ബ്ലോക്കാണെന്ന് കേട്ടപ്പോൾ ഉച്ചക്ക് ഇറങ്ങി. കറക്റ്റിൻ്റെ മാമനുണ്ട്, വേറൊരു മാമൻ, മൂത്ത മാമനുണ്ട്. മൂപ്പരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഗിയർ ഫസ്റ്റ് സെക്കൻഡ് പോകുന്നുണ്ട്. തേർഡിക്ക് ഗിയർ മാറില്ല എന്നിട്ട് അവിടെ നിർത്തി. എന്നിട്ട് അമ്മേനൊക്കെ വിളിച്ച് ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, ഓരോ കാര്യം വർത്താനം പറഞ്ഞ് അടുത്ത കാലി ബസ് വരുത്തിച്ച്. ഇതിങ്ങനെ നടന്ന് പിന്നെ ബ്ലോക്കൊക്കെ ഇട്ടാൽ ഒരു 3 മണിക്കൂർ ചുരത്തേലും ബ്ലോക്ക് കഴിഞ്ഞു. കോമഡി എന്താ വെച്ചാൽ തിരിച്ച് നാട്ടിലെത്തി. ഇന്നലെ പ്രൊജക്റ്റിന് വരുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാം, ഈ പ്രൈവറ്റ് ബസ് ബ്രേക്ക് ഡൗൺ ആയതുവരെ കണ്ടിയില്ലല്ലോ. KSRTCയിൽ ഇഷ്ടം പോലെ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് മാറി കയറിയിരിക്കണേ. അപ്പോൾ ഞാൻ അതിലിങ്ങനെ നിൽക്കുക. ഒരു മെഡിക്കൽ കോളേജ് എത്തിപ്പണ്ട് നമ്മൾ ബസ്സിൻ്റെ അടിയിൽ ഒരു വലിയൊരു പൈപ്പ് വെച്ച സാധനമില്ല, ജോയിൻ്റ്. അത് പകുതി അങ്ങ് മുറിഞ്ഞ് റോട്ടിൽ കൂടി ഒരതി എന്നിട്ട് കണ്ട്. വീഡിയോയിലൊന്നുമില്ല, വീഡിയോ നിർത്തിയില്ല. അതിൽ കണ്ട് മോനെ ഞാൻ ഇവിടെ പകുതി ദൂരം എത്തിയപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് ഒരു 10 മിനിറ്റ് മെഡിക്കൽ കോളേജ് എത്തിയപ്പോൾ വണ്ടി പോയി. അങ്ങനെ അതും മാറി കയറി. അങ്ങനെ കുറച്ച് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ. അല്ല ബസ് നമ്മൾ പോണ ബസ്സിന്
ഞാൻ പോണ ബസ്സിൽ പ്രൈവറ്റ് ബസ് ഇതുവരെ വായില്ലെന്ന് പറഞ്ഞതേനി. അപ്പൊ തന്നെ നാശമായിട്ട് എന്തോ കരിനാക്കോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ വണ്ടി തന്നെ പോണ എങ്ങനെയാന്ന് എനിക്കറിയാം. ഈ വണ്ടി എല്ലാം പോകും. ഈ വണ്ടി എല്ലാം പോയാലേ നമുക്ക് പോയി തിരിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈറ്റിയിലെത്തിയിട്ട് കാണാം. അവിടെ ചാത്തമംഗലത്ത് എത്തിയിട്ടുണ്ട്. ശരണ്യന്റെ വീട് ഇവിടെയാണ്. എല്ലാരും ഉണ്ടാവില്ലേ? നമ്മൾ വിളിച്ചോക്കാം ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചായിട്ട്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ട് കാണാം. ലോഡഡ് ഫ്രൈസ് വന്ന് എത്ര മിനിറ്റ് മുന്നിലേക്ക് 20-25 മിനിറ്റോളം കാത്തു നിന്നിട്ട് സാധനം കിട്ടി. അലിബ്രോ നെൽത്തിട്ട് അപ്പൊ നമ്മള് എവിടെയാണ് ഈറ്റിയ അപ്പൊ നമ്മള് കൂടെ ദ ഫേമസ് ദ വൺ ആൻഡ് ഓൺലി അദ്നാൻ അലി MP. അപ്പൊ നമ്മള് ലോഡർ ഫ്രൈസ് ഒക്കെ കഴിച്ച് നമുക്ക് അടുത്ത പിടി ബീച്ച് പിടിക്കണം. ബീച്ച് അടിക്കാം 10:41 ഇപ്പൊ ടൈം. റോഡൊക്കെ ബ്ലോക്ക് അടിക്കും. നമ്മള് അഡ്വഞ്ചർ ചെയ്യേണ്ടി വരും. ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഇപ്പൊ ആയിട്ടുണ്ടാവൂല. ഒരു 11 ആകുമ്പോഴത്തേക്ക് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ബീച്ചിൽ പോവാം. അവിടുത്തെ പരിപാടികളൊക്കെ കാണാം. ബാക്കിലാണ് കാണണം. ഇത് കണ്ണിലൂടെ കണ്ടു. പിന്നെ ഇന്നത്തെ പരിപാടി കേട്ടോ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ന്യൂ ഇയറില് നമ്മള് വേറെ ചെക്കന്മാരെ പേര്, ഇപ്രാവശ്യം നമ്മളെ വയ്യന്മാരെ 2026 മൂഞ്ചോ അറിയില്ല. 2025 ഏതായാലും അടിപൊളിയായി. ട്രിപ്പിൽ തുടങ്ങി ട്രിപ്പിൽ അവസാനിച്ച് ഇന്ത്യ എത്തിട്ടോ. അതിന് ഇതെങ്ങനെയാവും എനിക്കറിയില്ല. നമ്മളത് എങ്ങനെ എന്റെ അവസ്ഥ എന്താ? എന്റെ വീട്ടിൽ കിടന്നുറങ്ങി. ഇപ്പൊ ഉറങ്ങാതെ എന്റെ മൂഞ്ചി തുടങ്ങി നൈസില് അവസാനിക്കാണ് അല്ലേ? കുഴപ്പമില്ല, പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ പിന്നെ പിന്നെന്ത് അങ്ങനെ രണ്ട് ഇൻട്രോവേർട്ട് അനുഭവങ്ങൾ കണ്ടത്. ആൾക്കാര് വന്നപ്പോ സൈഡായി, സൈലന്റ് ആയി. ചിന്തിച്ച് എന്ത് പറയണമെന്ന് ചിന്തിച്ച്. അപ്പം ഇനി നമ്മള് ബീച്ചിൽ പോണം. ബീച്ചിൽ പോവാ. ചെലപ്പോ ഗോപിക വരും. അപ്പൊ അന്റെ ആരൊക്കെ വരുന്നുണ്ടോ? നാട്ടിൽ ചങ്ങന്മാര് വരുന്നുണ്ടോ? ഇവന്റെ കസിൻ വരുന്നുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. എന്റെ കസിൻസ് മാജി ചാമ്പി. അത് നല്ല രീതി ചാമ്പി. ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞു. എന്നാലും തന്നെ ഓനോട് വിളിച്ചു പറഞ്ഞതാ. അപ്പൊ ഓൻ വരാന്ന് പറഞ്ഞു എന്നോട്. വോയിസ് ഒക്കെ ഉണ്ട്. വോയിസ് എല്ലാം കേൾപ്പിക്കണം. നമ്മളെ തെളിവോടുകൂടെ ഇന്നലൊക്കെ ഞാൻ വോയിസ് ഇട്ടച്ച് ഓനോട് ഞാൻ ആദ്യം പറഞ്ഞതാ. 4-5 വോയിസ് ഇട്ടച്ചിട്ട് ഫുള്ള് വയസ്സ് വരുന്നൊക്കെ പറഞ്ഞ ആകെ സെറ്റാക്കിയതാ. രാവിലെ വൈകുന്നേരം ഓൻ എവിടെയെന്ന് ചോദിച്ച് വിളിച്ചപ്പോ ഓൻ പറഞ്ഞ് ഞാടാ കോഴിക്കോട് എത്തിയെന്ന്. ഞാനാണെങ്കിൽ അവിടുന്ന് ഉമ്മൻ്റെ വീട്ടിൽ ചമ്മാട്ടിന്ന് ഞാൻ വന്നിരുന്നു. ആകെ ചാമ്പിയ, ആകെ ബാഡായി പോയി. അങ്ങനെ ഒരിക്കലും ചാമ്പരുത്. ഇങ്ങനെ ചാമ്പല്ലോ. പിന്നെ ഇന്ന ആരും ഇവര് ചാമ്പി പറഞ്ഞിട്ട് വെറുതെ പറയാ. നമ്മളാരും ചാമ്പിട്ടു പെരുഞ്ചാമ്പലാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ കൂട്ടത്തില് ഓന്തെന്ന് പേരുള്ള ആർക്കാണ്? അതിനാനല്ലേ. പിന്നെ ഒരിക്കലല്ല. അല്ല, ഞാൻ വാക്കുകൾക്കല്ലേ, പ്രവൃത്തിയിൽ വൻ സ്മൂത്താണ് അല്ലേ? വാക്കുകൾ ഞാൻ ഇപ്പൊ നാളെ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പോണ്ടെന്ന് പറയും. അത് ചാമ്പലല്ല, അത് മനംമാറലാണ്. ഇത് വെറും ഫ്രഷ് ചാമ്പല. വിളിച്ച് എത്തിയിട്ട് നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. നീ എവിടെ? ബീച്ചിലെത്തിട്ടാ? നമുക്കെന്നാ വണ്ടി എടുക്കാം, പോകാം, ബീച്ചിലെത്തണം. ബ്ലോക്ക് തുടങ്ങിയിരിക്കുന്നു. അവിടെ ഫുള്ള് ബ്ലോക്കാണ്. അന്ന് തലക്കൽ വരെയാണ് നമ്മുടെ മാക്സ് ഫസ്റ്റ് വന്നപ്പോ നല്ലൊരു ഓവർടേക്കാണ് ചെയ്തത്. കിട്ടില്ല വണ്ടി കുത്തരുത്. മാക്സ് സ്റ്റാപ്പിനാണ്. യെസ്, ഓഫ് റോഡിങ് ആണ് നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുന്നത്.
അവിടെ അവിടേക്കൊക്കെ പോണതാ നെക്സ്റ്റ് സ്റ്റെപ്പ് കുറെ ഉണ്ട്. അത് ലൂയിസ് ഹാമിൽട്ടൺ എന്താ കിട്ടാൻ കഴിയില്ല. പോലീസുകാരനാണ് തോന്നുന്നുണ്ട് അവിടെ ഉള്ളത്. ആ പോലീസാണ്. മോളത് ലേറ്റ് ഒക്കെ അടിക്കുന്നുണ്ട്. ഇല്ല ഇപ്പോഴാണ് മനസ്സിലായി കസിൻ എന്തെങ്കിലും ഗോകുലത്ത് കയറിയെന്ന്. ഇവിടുന്ന് നീങ്ങാൻ പറ്റിണ്ടാവില്ല. ഓ മോളെ കാറ് പെട്ടോലൊക്കെ ന്യൂ ഇയർ കാറിന് ആഘോഷിക്കാൻ തോന്നുന്നുണ്ട്. അതാ ഗോകുലത്തിൽ ആരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ലൂയിസ് ഹാമിൽട്ടൺ ഉണ്ടേനു, അവനെ കാണില്ല. എന്താ ഗോകുലമാള് ഗോകുലമാൾ ന്യൂ ഇയർ സ്പെഷ്യൽ. ഞാൻ എൻ്റെ എല്ലാവരും വിളിക്കുന്നുണ്ടാവുന്ന നോക്കട്ടെ. ചിങ്ങായിക്ക് തൊണ്ടിൽ വരികയാണ് ഗായ്സ്. അപ്പം ഇതാണ് കോഴിക്കോടത്തെ അവസ്ഥ. അവിടെ പോലീസുകാർ റോഡ് ബ്ലോക്ക് ചെയ്ത്, ഇതാ ഇവിടെയും ബ്ലോക്ക് ചെയ്ത്. പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒന്നും പോകാൻ കഴിയില്ല. ബീച്ചിലേക്ക് നടന്ന് തന്നെ പോകണം. വണ്ടി സേഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ഐഡിയ ഇല്ല എന്താണ്. ഫുള്ള് തിരക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും ഡബിള് തിരക്കാണ് ഇപ്രാവശ്യം. പറയണൊന്നും മര്യാദക്ക് കേൾക്കൂല. അച്ചാത് ഒച്ചയും വിളിയാണ്. ഇത്രയും റഷായിട്ടുള്ളവര് കോഴിക്കോട് ജീവിതത്തിൽ കണ്ടില്ല. എന്താണിത്? ഒന്നും പറയാല്ലോ. ഇത്ര തിരക്കാദ്യമായിട്ട് കാണുന്നു.
കേട്ടോ. എന്താണ് പറയാനുള്ളത്? അടിപൊളി മേലാൽ മേലെ ഇനി മേലെങ്ങത്തേലും ഒന്നും വരും. ഇല്ല കഴിഞ്ഞോ? ഇത്ര ഉള്ളോ? മുകളിലോട്ടോ ഇപ്പൊ സൈഡ് കത്തിട്ടോ. അടീക്കാടാ പോണ്. മാങ്ങ ജാക്ക് ഫ്രൂട്ടിക്ക് എന്താ പറഞ്ഞതിനെ? അല്ലേ എന്താണ് ഓർഡർ ചെയ്യുന്നത്? ഐസ്ക്രീം ഏത് ഫ്ലവർ? ചിക്കു. പറയാനുള്ള എന്താ വെച്ചാല് ഫയർവർക്ക് വളരെ കുറവിന്, അതിനാണ്ടാണ് ഞാൻ അറിയില്ല, വളരെ കുറവ്. അപ്പം നമ്മൾ വേറെ എൻ്റർടൈൻമെൻറ്റ് കണ്ടുപിടിച്ച് നമ്മൾ കുറച്ചൊരു എൻജോയ് ചെയ്ത് ഒരു പാവം ചെക്കണ്ട് അവന് റെസ്റ്റ് ഇൻ പീസ് പറയല്ലേ. എന്നാലും എന്തെങ്കിലും അവൻ്റെ പ്രശ്നം എന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ട്. ഓൻ ആദ്യം ബീച്ചിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് പിന്നെ ബീച്ചിൽ എന്നിട്ട് ഇറങ്ങി പോകണുണ്ട്. അതിനുശേഷം നമുക്കൊരു പേടി പുറകെ പോവാന്. അപ്പം ഉണ്ടാവും എന്താ ചെറിയ അലി പറഞ്ഞ എന്തോ ഒരു കാരണം ഉണ്ടായിരിക്കും. എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഐസ്ക്രീം തിന്നാം. ഇപ്പൊ ടൈം എത്രയായി? ഇപ്പൊ ടൈം 12:50. 12:50. കോഴിക്കോട് 12:50 തിരക്കാണ്. അത് കടലാണ്, കാണുന്നുണ്ടോ അറിയില്ല. അമ്പിളി കടല് കാണുന്നില്ലേ? ചെറുതായിട്ട് എന്തോ തിരമാല വരുന്ന കാണുന്നുണ്ട്. ടൈം എത്രയായി? 1 മണിയോ 1:50. എന്താ 2 ആനായി? 1:40. 2 ആയി. ബ്ലോക്ക് കഴിയാണ്ട് വണ്ടി എടുത്ത് പോകാനും പറ്റില്ല, വിട്ടിരിക്കുക. ദുബായ് എന്നാ നമ്മളതല്ല കേട്ടോ. ഓക്കെ ഗായ്സ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, നമ്മളിന്ന് വന്നിരിക്കുന്നത്, നമ്മൾ പോവാണ്, പുറേ പോവാണ്. നമ്മൾ TNT ഫുഡ് കഴിക്കാൻ വന്നതാണ്. TNT നമ്മൾ ഷവായയും കുബൂസും ഒക്കെയാണ് കഴിച്ചത്. ന്യൂ ഇയർത്തെ ആദ്യത്തെ ഫുഡ് ഷവായ ആയിരുന്നു. ഈ വർഷം മൊത്തം ജങ്ക് ഫുഡ് കഴിച്ച് മരിക്കാനുള്ള വർക്കത്തുണ്ടാവട്ടെ പറയുന്നത്. പിന്നെ പറഞ്ഞോണ്ടിരിക്കണത് ഹായ് മാജി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇനിയിപ്പോ ഒന്ന് കടന്നുറങ്ങണോ, രാവിലെ എണീച്ച് രാവിലെ സ്ഥലം വരെ പോകാണ്ട്. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ചെറിയ ചാമ്പലുകളാണ്. മാജി രാവിലെ പറഞ്ഞത് അലിന്റെ കൂടെ പോകുന്നേനി. അത് നേരത്തെ ഇതിൽ പറഞ്ഞേ ഈറ്റേന്റെ അടുത്ത് ഫുൾ തന്നെ ഞാൻ സാഹചര്യ സമ്മർദ്ദം മൂലം പോകുമ്പോഴാണ്. ഫ്രണ്ട്സ് പറയുമ്പോൾ രണ്ട് സെറ്റ് ഫ്രണ്ട്സ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യാല്ല. അലിനോട് എഫ് ആണോ നമ്മളാണോ വലുത് വെച്ചോലെ അലി ഇങ്ങനെ കളിക്കും. അതേമാതിരിയാണ് മാജിന്ന് കളിച്ചത്. അങ്ങനെ സംഭവം ഓനെ പിന്നെ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഓന് മനസ്സിലാവും. മറ്റോലെ അങ്ങനെയല്ല, അതാണ് പ്രശ്നം. മറ്റോല് ഇപ്പൊ കഴിഞ്ഞ പോയില്ല, അലി മുറ്റത്തുണ്ടല്ലോ അല്ലേ? ഓല് കഴിഞ്ഞാല് ലക്ഷ്യം നാട്ടും. അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെയല്ല, ലക്ഷ്യം കഴിഞ്ഞല്ലോ. അലി മുറ്റത്തല്ലേ. അടുത്തറിയുന്ന ബന്ധങ്ങളല്ലേ, അതൊക്കെ മനസ്സിലാവുന്ന ബന്ധങ്ങളല്ലേ. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ചോദിക്കാം, ഞാൻ എന്റെ ഫോൺ തെറിഞ്ഞു വണ്ടി കയറി, അങ്ങനത്തെ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. ലക്ഷ്യത്തെ അടുത്ത് പീസ് മറക്കും. അതെ, അത്രേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. എനിക്ക് ഇതാതില്ല.
എന്നാ നമുക്ക് പോവല്ലേ ഇനി വീട്ടിൽ പോയി